ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ടോപ്പിക്ക് പ്ലാസ്മ ഓക്സിലേഷനാണ്. അപ്പോൾ പ്ലാസ്മ ഓക്സിലേഷന് കിടക്കണേക്ക് മുന്നേ എന്താണ് പ്ലാസ്മ എന്ന് അറിയണം. പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് പ്ലാസ്മ. മാറ്ററിൻ്റെ ഫോർത്ത് സ്റ്റേറ്റിനെയാണ് പ്ലാസ്മ എന്ന് പറയുക. ഇനി പ്ലാസ്മയിൽ നമ്മൾ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണത്, പോസിറ്റീവ് അയോൺസും നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസും കണ്ടെയ്ൻ ചെയ്യുന്നതാണ് പ്ലാസ്മ. പ്ലാസ്മ ഓക്സിലേഷൻ എന്ന് പറയുന്നത്, പ്ലാസ്മ ഓക്സിലേഷൻ ഇൻ ഫിസിക്സ് means that the organized motion of electrons or ions in a plasma. പ്ലാസ്മയിലുള്ള ഇലക്ട്രോൺസിൻ്റെയോ അയോൺസിൻ്റെയോ ഓർഗനൈസ്ഡ് മോഷനെയാണ് പ്ലാസ്മ ഓക്സിലേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു, പ്ലാസ്മ കണ്ടെയ്ൻസ് പോസിറ്റീവ് അയോൺസ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ്. ഓർഗനൈസ്ഡ് മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ഓർ അയോൺസ് ഇൻ എ പ്ലാസ്മ ഈസ് നോൺ ആസ് പ്ലാസ്മ ഓക്സിലേഷൻ. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്മ ഓക്സിലേഷൻ്റെ ടോപ്പിക്കിൽ കണ്ടുപിടിക്കേണ്ടത് പ്ലാസ്മ ഫ്രീക്വൻസിയാണ്. പ്ലാസ്മ ഫ്രീക്വൻസി FP. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന ഇക്വേഷനാണ് ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ദി ഇലക്ട്രോൺസ് ഇൻ പ്ലാസ്മ ഫ്ലൂയിഡ്. The equation of motion for electrons in plasma fluid. Plasma fluidൻ്റെ ഇക്വേഷൻ ആണ് MNE within bracket dou by dou T of VE plus bracket VE dot del VE is equal to minus E NE capital E. ഇക്വേഷൻ നമ്പർ 1. ഇത് രണ്ടും വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്, VE. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കണതിൻ്റെ ഫോം മൊമെൻറ്റത്തിൻ്റെ ഫോമാണ്. മൊമെൻറ്റത്തിൻ്റെ ഫോം എന്താണ്? QN വിത്തിൻ ബ്രാക്കറ്റ് E പ്ലസ് V cross B. Here we not apply magnetic field, so this term is missing. Equal to 0, കാരണം നമ്മളിവിടെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യണില്ല. സോ ദിസ് ടേം ഈസ് മിസ്സിങ്. പിന്നെ നമുക്ക് കിട്ടുക QNE ആണ്. Q പറഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. ചാർജ് ഓഫ് ഇലക്ട്രോൺ Q പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണ് ഈ ഇക്വേഷൻ്റെ ഫോം കിടക്കുന്നത്. അപ്പോൾ NE ക്യാപിറ്റൽ E വിത്ത് മൈനസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കണം. ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ഇലക്ട്രോൺസ് ഇൻ പ്ലാസ്മ ഫ്ലൂയിഡ്. പ്ലാസ്മ ഫ്ലൂയിഡിലുള്ള ഇലക്ട്രോൺസിൻ്റെ മോഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് അത്. ഓക്കെ, ഇനി നമ്മളിവിടെ കൺസിഡർ ചെയ്യണ ഓക്സിലേഷൻ 1 ഡയമെൻഷണൽ ഓക്സിലേഷനാണ്. സോ വി കൺസിഡർ 1 ഡയമെൻഷണൽ ഓക്സിലേഷൻ. 1 ഡയമെൻഷണൽ ഓക്സിലേഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്കറിയാം ഡെൽ ഈക്വൽ ടു എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് വരും. E ഈക്വൽ ടു EX ക്യാപ്പ് 1 ഡയമെൻഷൻ ആയ കാരണമാണ് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ വന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കണ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നെക്സ്റ്റ് ഇക്വേഷൻ പറയുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഡോ ബൈ ഡോ ടി ഓഫ് NE പ്ലസ് del dot NE VE is equal to 0. Put this equation number 2. ഇതാണ് കണ്ടിന്യൂറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മളെടുത്ത ഇക്വേഷൻ പറയുന്നത് ഇക്വേഷൻ ഓഫ് ഫ്ലൂയിഡ് ആണ്. പ്ലാസ്മ ഫ്ലൂയിഡിൻ്റെ ഇക്വേഷനാണ് ഫസ്റ്റ് എടുത്തത്. MNE വിത്തിൻ ബ്രാക്കറ്റ് ഡോ ബൈ ഡോ ടി ഓഫ് VE പ്ലസ് VE ഡോട്ട് ഡെൽ ഇൻറ്റു VE is equal to മൈനസ് E NE ക്യാപിറ്റൽ E. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഡോ ബൈ ഡോ ടി ഓഫ് NE പ്ലസ് ഡെൽ ഡോട്ട് NE VE is equal to 0.
ഈ 2 ഇക്വേഷനാണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യണത്. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന നെക്സ്റ്റ് ഇക്വേഷനാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് നമ്മൾ എടുക്കുന്നത്. ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡോ ഇ ബൈ ഡോ എക്സ് ഈക്വൽ ടു 4πe ഇൻറ്റു ni മൈനസ് NE 4πe വിത്തിൻ ബ്രാക്കറ്റ് ni മൈനസ് NE. ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷനായിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ ഫ്ലൂയിഡ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ കണ്ടിന്യൂറ്റിയുടെ ഇക്വേഷനാണ്. തേർഡ് വൺ ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു 4πe വിത്തിൻ ബ്രാക്കറ്റ് ni മൈനസ് NE. നമ്മൾ ഈ NEക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. NE ഈസ് ഈക്വൽ ടു N0 പ്ലസ് N1. ഓക്കെ, ഇനി where N0 or N0 is the density of particles of equilibrium position. ഇക്വിലിബ്രിയം പൊസിഷനുള്ള പാർട്ടിക്കിൾസിൻ്റെ നമ്പർ ഡെൻസിറ്റിയാണ് N0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. where N0 is the number density of particles of equilibrium position. Where N1 is the change in number density of the particles. After oscillation, change in number density of particles is represented by N1. ഓക്കെ, അപ്പോൾ N is equal to N0 plus N1. ഓക്കെ, അപ്പോൾ ദി ഓവറോൾ ചേഞ്ച് ഈസ് ഗിവൺ ബൈ NE. അപ്പോൾ N0 എന്താന്ന് പറഞ്ഞു, N1 എന്താന്ന് പറഞ്ഞു. ദെൻ NE ഈസ് ദി ഓവറോൾ ചേഞ്ച്. Overall change is given by NE, that is number density of electrons after oscillation. അതായത് ഓസിലേഷന് ശേഷമുള്ള നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആണ് NE തരുന്നത്. അപ്പോൾ NE is equal to N0 plus N1. So similarly we can write VE and E. VE എങ്ങനെ എഴുതാം? VE is equal to V0 plus V1. ഓക്കെ, ദെൻ E is equal to E0 plus E1. അപ്പോൾ VE എഴുതിയ പോലെ തന്നെ E നമുക്ക് എഴുതാം. ഇനി നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത് അറ്റ് ഇക്വിലിബ്രിയം N0 is equal to Ni ആയിരിക്കും. At equilibrium N0 is equal to Ni. At equilibrium there is no change in particle density. At equilibriumത്തിലെ പാർട്ടിക്കിൾ ഡെൻസിറ്റിക്ക് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ at equilibrium change in number density is equal to 0. At equilibrium change in number density is equal to 0. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? therefore gradient of N0 is also is equal to 0 and V0 is equal to E0 is equal to 0. അപ്പോൾ gradient of number density del dot N0 is equal to V0 is equal to E0 is equal to 0. ഓക്കെ, ഇനി ബിഫോർ ഓക്സിലേഷൻ ടേക്സ് പ്ലേസ് V0 വാസ് ആൾസോ ഈസ് ഈക്വൽ ടു 0. ഈ V0 0 ആവാൻ കാരണം ബിഫോർ ഓക്സിലേഷൻ ടേക്സ് പ്ലേസ് V0 വാസ് ഓൾസോ ഈസ് ഈക്വൽ ടു 0 and there is no oscillation, then there is no electric field. So electric field is also is equal to 0. Then obviously dou by dou t of N0 is equal to dou by dou t of V0 is equal to dou by dou t of E0 is equal to 0. Then അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ. നമ്മൾ ഫസ്റ്റ് എടുത്ത ഫ്ലൂയിഡ് ഇക്വേഷനെ കൺസിഡർ ചെയ്യുക. ഫ്ലൂയിഡ് ഇക്വേഷൻ എന്തായിരുന്നു? ഫ്ലൂയിഡ് ഇക്വേഷൻ MNE വിത്തിൻ ബ്രാക്കറ്റ് ഡോ ബൈ ഡോ ടി ഓഫ് VE പ്ലസ് VE ഡോ
del വി ഇ ഈക്വൽ ടു മൈനസ് ഇ എൻ ഇ ക്യാപിറ്റൽ ഇ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 1 കുറച്ച് മോഡിഫിക്കേഷൻസ് ചെയ്യാണ്, അതായത് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാണ്. ഈ എൻ ഇ റീപ്ലേസ്ഡ് ബൈ എൻ ഇ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, കണ്ടോ? എൻ ഇ ഈക്വൽ ടു N0 പ്ലസ് N1. അത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക, N0 പ്ലസ് N1. ദെൻ വി ഇ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, വി ഇ ഈക്വൽ ടു V0 പ്ലസ് V1. അപ്പോൾ വി ഇ റീപ്ലേസ്ഡ് ബൈ V0 പ്ലസ് V1. Then similarly E is replaced by E0 plus E1. E by E0 plus E1. ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരിക്കും? അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്ത് വരും? M ഇൻറ്റു N0 പ്ലസ് N1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എം എൻ ഇക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് N0 പ്ലസ് N1. നെക്സ്റ്റ് വരുന്ന വിത്തിൻ ബ്രാക്കറ്റിൽ അടുത്ത് വരിക ഡോ ബൈ ഡോ ടി ഓഫ് വി ഇ ആണ് വരിക. വിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതാണ് എന്ത്? V0 പ്ലസ് V1 പ്ലസ് പിന്നെ നമുക്ക് വരുന്നത് വീണ്ടും വി ഇ ആണ് വരുന്നത്. അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം V0 പ്ലസ് V1. ദെൻ ഡോട്ട് ഡെൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് വി ഇ. അവിടെ നമ്മൾ വി ഇ റീപ്ലേസ് ചെയ്തിട്ട് V0 പ്ലസ് V1 ഈക്വൽ ടു എന്ത് വരും? മൈനസ് ഇ എൻ ഇ ഇൻറ്റു ഈ എൻ ഇക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. അപ്പോൾ എന്ത് വരും? മൈനസ് ഇ N0 പ്ലസ് N1. ക്യാപിറ്റൽ ഇക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും? E0 പ്ലസ് E1. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 വി ഇ എൻ ഇ റീപ്ലേസ് ചെയ്ത് കിട്ടിയ ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ എൻ ഇ ആണ് ഉണ്ടായത്, റീപ്ലേസ് ചെയ്തിട്ട് N0 പ്ലസ് N1 ആക്കി. ഡോ ബൈ ഡോ ടി ഓഫ് വി ഇ ആണ് ഉണ്ടായിരുന്നത്, വി ഇ റീപ്ലേസ് ചെയ്തിട്ട് V0 പ്ലസ് V1 ആക്കി. പ്ലസ് ഇവിടെ വി ഇ ഡോട്ട് ഡെൽ വി ഇ ആയിരുന്നു. ആ ഇവിടുത്തെ രണ്ട് വിക്കും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് V0 പ്ലസ് V1 കൊടുത്തു. ദെൻ ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് മൈനസ് ഇ എൻ ഇ ക്യാപിറ്റൽ ഇ ആയിരുന്നു. മൈനസ് ഇ എൻ ഇക്ക് പകരം റീപ്ലേസ് ചെയ്തിട്ട് N0 പ്ലസ് N1 കൊടുത്തു. ഇ റീപ്ലേസ് ചെയ്തിട്ട് E0 പ്ലസ് E1 കൊടുത്തു. ഇനി നമുക്ക് ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ക്യാൻസലായിട്ട് പോവാണ്ട്. രണ്ട് സൈഡിലും N0 പ്ലസ് N1 ഉണ്ട്. സോ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ദെൻ അടുത്തത് ക്യാൻസൽ ചെയ്യാനുള്ളത് ഏതൊക്കെ നോക്കൂ. ദെൻ ഇതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ V0 പ്ലസ് V1 എന്തായിട്ട് പോകും? V0 പ്ലസ് V1 അല്ല, V0. കാരണം നമ്മൾ മുന്നത്തെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഡെൽ ഡോട്ട് N0 ഈക്വൽ ടു V0 ഈക്വൽ ടു E0 ഈക്വൽ ടു 0. ഏത് ഇക്വേഷനാണ്? ഇതാ ഇക്വേഷൻ കണ്ടോ? ഡെൽ ഡോട്ട് N0 ഈക്വൽ ടു V0 ഈക്വൽ ടു E0 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസലായിട്ട് പോകും. ഏതൊക്കെ? V0 ക്യാൻസലായിട്ട് പോകും, എല്ലാ V0യും ക്യാൻസലായിട്ട് പോകും. ഓക്കെ, ദെൻ ഇവിടുത്തെ ഇ നോട്ടും ക്യാൻസലായിട്ട് പോകും. അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ ഡെൽ നോട്ട് N0 ഈക്വൽ ടു V0 ഈക്വൽ ടു E0 ഈക്വൽ ടു 0. ഓക്കെ, അറ്റ് ഇക്വിലിബ്രിയത്തിലുള്ള കണ്ടീഷനാണ് പറയണത്. ഇക്വിലിബ്രിയത്തിൽ എന്തായിരിക്കും? V0 E0 N0 ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം ക്യാൻസലായിപ്പോയി. ബാക്കി നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഇത് മൊത്തം ക്യാൻസലായി പോയി. പിന്നെ ബ്രാക്കറ്റ് ഡോ ബൈ ഡോ ടി ഓഫ് V0 പോയാൽ ബാക്കി ഇവിടെ വരുന്നത് V1 പ്ലസ് V0 ഇവിടുന്ന് പോയി. ദെൻ V1 ഡോട്ട് ഡെൽ V1. V0 ക്യാൻസലായി പോയി അറ്റ് ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ ബാക്കി വരുന്നത് V1 ഡോട്ട് ഡെൽ
V1 ഈക്വൽ ടു മൈനസ് ഇ. ഇത് ക്യാൻസലായി പോയി, ഇ നോട്ടും ക്യാൻസലായി പോയി, ബാക്കി E1. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ. ഓക്കെ, ഇനി നമ്മുടെ ഈ ടേമിലെ V1 ഡോട്ട് ഡെൽ, ദിസ് ടേം ഈ സെക്കൻഡ് ഓർഡർ ടേം ആണ്. സോ അപ്ലൈ ലീനിയറൈസേഷൻ. അപ്പോൾ ലീനിയറൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം ഈക്വൽ ടു 0 ആയിട്ട് പോകും. അപ്പോൾ അപ്ലൈ ലീനിയറൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ V1 ഡോട്ട് ഡെൽസ് ഈക്വൽ ടു 0, ഇത് ഈക്വൽ ടു 0 ആയിട്ട് പോകും. ഓക്കെ, ബാക്കി നമുക്ക് കിട്ടാം M, which implies that M dou by dou t of V1 is equal to E minus E capital E1. ഓക്കെ, ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4. സിമിലർലി ഇക്വേഷൻ നമ്പർ 2 കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഇക്വേഷൻ നമ്പർ 2 കൺസിഡർ ചെയ്യുക. ഇക്വേഷൻ നമ്പർ 2 എന്തായിരുന്നു? കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് ആദ്യം റീപ്ലേസ് ചെയ്യുക. എൻ ഇക്ക് പകരം N0 പ്ലസ് N1 കൊടുക്കുക. വി ഇക്ക് പകരം V0 പ്ലസ് V1 കൊടുത്തിട്ട് ക്യാൻസലാക്കി കഴിഞ്ഞ് നമുക്ക് അതിൽ ക്യാൻസലാക്കേണ്ടതൊക്കെ ക്യാൻസലാക്കി കഴിഞ്ഞ് ഒരു ഇക്വേഷൻ കിട്ടും. ഇതെന്താ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡോ ബൈ ഡോ ടി ഓഫ് NE പ്ലസ് ഡെൽ ഡോട്ട് NE VE ഈക്വൽ ടു 0. നമുക്കിതിൽ ഈ NEക്ക് N0 പ്ലസ് N1 പുട്ട് ചെയ്യുക, VEക്ക് V0 പ്ലസ് V1 പുട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡോ ബൈ ഡോ ടി ഓഫ് N0 പ്ലസ് N1 പ്ലസ് ഡെൽ ഡോട്ട് NEക്ക് പകരം N0 പ്ലസ് N1, VEക്ക് പകരം V0 പ്ലസ് V1 ഈക്വൽ ടു 0. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കണത് ടേം ഡെൽ ഡോട്ട് N0 പ്ലസ് N1 V0 പ്ലസ് V1. ഓക്കെ, നമുക്കറിയാം അറ്റ് ഇക്വിലിബ്രിയത്തിൽ V0 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ ഇത് ഈ V0 കൺസിഡർ ചെയ്യുക, N0 കൺസിഡർ ചെയ്യാൻ വരട്ടെ. നമുക്ക് അതിനൊരു ഇക്വേഷൻ കിട്ടാണ്ട്. സോ ഡെൽ ഡോട്ട് N0 പ്ലസ് N1 ഇത് നമ്പർ ഡെൻസിറ്റിയാണ് V0. സോ V0 കൺസിഡർ ചെയ്യുമ്പം ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം ഈ ടേമിൽ നമ്മൾ എക്വിലിബ്രിയത്തിന് പുറമെ ഈ ടേമിൽ നമ്മൾ ലീനിയറൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം ഈക്വൽ ടു 0 ആയിട്ട് പോകും. ബാക്കി വരിക ഡെൽ ഡോട്ട് N0 പ്ലസ് N1 ഇൻറ്റു V1 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡെൽ ഡോട്ട് N0 V1 പ്ലസ് N1 V1 ആയിട്ട് മാറും. ഓക്കെ, ദെൻ ഈ ടേമിൽ നമ്മൾ വീണ്ടും ലീനിയറൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 വരും. ലാസ്റ്റ് നമുക്ക് കിട്ടുക ഡെൽ ഡോട്ട് N0 V1. ഇത് നമ്മൾ കുറച്ച് വൃത്തിക്ക് എഴുതിയെങ്കിൽ ഏത് ഫോം കിട്ടും? N0 ഡെൽ ഡോട്ട് V1. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുക. ഇനി